ഉത്തർപ്രദേശിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമായിരുന്നു അഖണ്ഡപൂർ. പേര് സൂചിപ്പിക്കുന്നത് അഖണ്ഡത അഥവാ ഒരുമ എന്നാണെങ്കിലും ആ ഗ്രാമത്തിന്റെ ഉള്ളറകൾ വിദ്വേഷത്തിന്റെ കനലുകളാൽ പൊള്ളുന്നതായിരുന്നു. നൂറ്റാണ്ടുകളായി ഒരേ മണ്ണിൽ പണിയെടുത്തും ഒരേ പുഴയിലെ വെള്ളം കുടിച്ചും വളർന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർക്കിടയിൽ മതത്തിന്റെ പേരിലുള്ള അദൃശ്യമായ വലിയ മതിലുകൾ ഉയർന്നു നിന്നിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അയൽവാസികളായിരുന്നുവെങ്കിലും അവരുടെ വീടുകൾക്കിടയിലുള്ള അതിർവരമ്പുകൾ ഹൃദയങ്ങളിലും ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഉത്സവങ്ങളും പെരുന്നാളുകളും വരുമ്പോൾ അവർ പരസ്പരം പുഞ്ചിരിക്കുമെങ്കിലും ആ ചിരിക്കു പിന്നിൽ സംശയത്തിന്റെയും ഭയത്തിന്റെയും നിഴലുകൾ എപ്പോഴും പതിയിരിപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ തർക്കം മതിയായിരുന്നു ആ ഗ്രാമത്തിൽ വർഗീയതയുടെ തീ പടരാൻ. ഇങ്ങനെയുള്ള ഒരു കലുഷിതമായ പശ്ചാത്തലത്തിലാണ് ഹാമിദിന്റെയും യാസ്മിന്റെയും ജീവിതം ആരംഭിക്കുന്നത്. ഗ്രാമത്തിന്റെ ഒരു കോണിൽ ഓലമേഞ്ഞൊരു ചെറിയ കുടിലിലായിരുന്നു ഹാമിദും ഭാര്യ യാസ്മീനും താമസിച്ചിരുന്നത്. ഹാമിദ് ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. പുലർച്ചെ എഴുന്നേറ്റ് കിലോമീറ്ററുകളോളം നടന്ന് നഗരത്തിൽ പോയി കഠിനാധ്വാനം ചെയ്താണ് അവൻ തന്റെ വീട് പുലർത്തിയിരുന്നത്. വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ അവന്റെ ചുണ്ടുകളിൽ ദൈവത്തോടുള്ള നന്ദിയുണ്ടായിരുന്നു. യാസ്മിൻ ആകട്ടെ വീട്ടിലെ ജോലികൾക്ക് ശേഷം അയൽപക്കത്തെ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തും ആടുകളെ വളർത്തിയും ഹാമിദിനെ സഹായിച്ചു. ദാരിദ്ര്യം അവരുടെ വീടിന്റെ മേൽക്കൂരയിലൂടെ മഴക്കാലത്ത് ചോർന്നൊലിക്കുകയായിരുന്നു. എങ്കിലും അവരുടെ ഉള്ളിലെ ഈമാൻ വിശ്വാസം ഒട്ടും ചോർന്നു പോയില്ല. തങ്ങളുടെ പക്കലുള്ള തുച്ഛമായ ഭക്ഷണത്തിൽ നിന്നും ഒരു വിഹിതം വിശക്കുന്നവർക്കായി നീക്കിവെക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. അതൊരു ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് അവർ ഒരിക്കലും നോക്കിയില്ല. വിശപ്പിന് മതമില്ല എന്നതായിരുന്നു ഹാമിദിന്റെ പക്ഷം. അവരുടെ ഈ നിസ്വാർത്ഥമായ സ്വഭാവം പലപ്പോഴും ഗ്രാമത്തിലെ കടുത്ത വർഗീയവാദികൾക്ക് പോലും അത്ഭുതമായിരുന്നു. ഹാമിദിന്റെയും യാസ്മിന്റെയും ദാമ്പത്യം 10 വർഷം പിന്നിട്ടു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് ബാക്കിയായിരുന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിലോ ചിരിയോ ആ വീട്ടിൽ ഇതുവരെ മുഴങ്ങിയിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ആദ്യ വർഷങ്ങളിൽ അവർ ഏറെ പ്രത്യാശിച്ചിരുന്നു. ഓരോ മാസവും കടന്നു പോകുമ്പോൾ യാസ്മിന്റെ പ്രാർത്ഥനകൾക്ക് തീക്ഷണത കൂടി വന്നു. എന്നാൽ 10 വർഷം കഴിഞ്ഞിട്ടും ആ വീട് ഒരു ശ്മശാനം പോലെ നിശബ്ദമായി തുടർന്നു. ഗ്രാമത്തിലെ മനുഷ്യർ ക്രൂരരായിരുന്നു. യാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ അവർ പരിഹാസത്തോടെ അവളെ നോക്കി വന്ധ്യ എന്ന് പേര് വിളിച്ച് അവളുടെ ചെവികളിൽ ഈയമൊരുക്കി ഒഴിക്കുന്നത് പോലെ പതിച്ചു. നീ എന്ത് പാപമാണ് ചെയ്തത്? നിന്റെ വംശം നിന്നോടെ അവസാനിക്കുമല്ലോ എന്ന് ചില പ്രായമായ സ്ത്രീകൾ മുഖത്തു നോക്കി പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. പലപ്പോഴും രാത്രികാലങ്ങളിൽ ഹാമിദ് കാണാതെ അവൾ തലയിണയിൽ മുഖമമർത്തി വിങ്ങിപ്പൊട്ടി. ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു സ്ത്രീ തന്റെ കുട്ടിയെ യാസ്മിന്റെ കയ്യിൽ കൊടുക്കാൻ മടിച്ചു. നിന്നെ പോലെയുള്ള ശാപം പിടിച്ചവർ തൊട്ടാൽ എന്റെ കുട്ടിക്ക് വല്ലത് സംഭവിക്കും എന്നായിരുന്നു അവരുടെ വാദം. ആ അപമാനം സഹിക്കവയ്യാതെ യാസ്മിൻ വീട്ടിലേക്ക് ഓടി വന്നു. യാസ്മിൻ കരയുമ്പോൾ ഹാമിദ് അവളെ ചേർത്തു പിടിച്ചു. അവന്റെ കണ്ണുകളും നനവുണ്ടായിരുന്നു. എങ്കിലും അവൻ ധൈര്യം കൈവിട്ടില്ല. യാസ്മിൻ, സഖറിയ നബിക്ക് വയസ്സുകാലത്തല്ലേ ദൈവം കുഞ്ഞിനെ നൽകിയത്? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? നമുക്ക് ക്ഷമിക്കാം. അള്ളാഹു തരാൻ വൈകിക്കുന്നത് അത് നൽകുമ്പോൾ ഏറ്റവും മികച്ചത് നൽകാൻ വേണ്ടിയാണ്. അവൻ അവളെ വിശ്വസിച്ചു. ഹാമിദ് ഓരോ നിസ്കാരത്തിനു ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. റബ്ബേ, ഞങ്ങളുടെ വീട് ഒന്ന് പ്രകാശിക്കാൻ ഒരു കുഞ്ഞിനെ നൽകണമേ. എന്റെ ഭാര്യയുടെ കണ്ണുനീർ നീ കാണുന്നില്ലേ? അവരുടെ ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹാമിദിന് നഗരത്തിൽ ജോലി കുറഞ്ഞ നാളുകളായിരുന്നു അത്. പലപ്പോഴും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അവർ വിശപ്പടക്കി. എങ്കിലും തങ്ങളുടെ കഷ്ടപ്പാടിനിടയിലും വഴിയരികിൽ തളർന്നു കിടക്കുന്ന ഒരു അന്യമതസ്ഥനായ യാചകന് തന്റെ ഭക്ഷണപ്പൊതി ഹാമിദ് നൽകി. ആ നന്മയുടെ ഫലം വിധി അവർക്കായി കാത്തിവെച്ചിട്ടുണ്ടായിരുന്നു. 11ാം വർഷത്തിന്റെ ഒരു പുലർച്ചെ യാസ്മിൻ വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടു. ഹാമിദ് അവളെ ഗ്രാമത്തിലെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പരിശോധനയ്ക്ക് ശേഷം വൈദ്യൻ പുഞ്ചിരിച്ചു. ഹാമിദ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടിരിക്കുന്നു. യാസ്മിൻ ഗർഭിണിയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹാമിദ് ആ മണ്ണിൽ സുജൂദ് ചെയ്തു. സന്തോഷം കൊണ്ട് അവന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ വാർത്ത ഗ്രാമത്തിൽ പടർന്നപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. ചിലർക്കത് സന്തോഷമായപ്പോൾ മറ്റു ചിലർക്ക് അതൊരു അത്ഭുതമായിരുന്നു. 10 വർഷത്തിനു ശേഷം എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പലരും ചോദിച്ചു. എന്നാൽ ഹാമിദിനും യാസ്മിനും അതൊരു വെറും പ്രസവമായിരുന്നില്ല. മറിച്ച് അവരുടെ ക്ഷമയ്ക്കും വിശ്വാസത്തിനും ദൈവം നൽകിയ പ്രതിഫലമായിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിൽ ഗ്രാമത്തിന്റെ ആകാശം കറുത്തിരുണ്ടു. ഒരു പുതിയ രാഷ്ട്രീയ പ്രശ്നത്തെ തുടർന്ന്
അഖണ്ഡപൂരിൽ വീണ്ടും വർഗീയ ലഹളതയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ആയുധങ്ങൾ മിനുക്കപ്പെട്ടു. ഭീതിയുടെ നിഴലിൽ ഗ്രാമം ഉറങ്ങാൻ ഭയന്നു. ഈ സംഘർഷങ്ങളുടെയും വിദ്വേഷത്തിന്റെയും നടുവിലേക്കായിരുന്നു ആ അത്ഭുത ശിശു ജനിച്ചു വീഴാൻ പോകുന്നത്. വിധി ഹാമിദിനായി വലിയൊരു പരീക്ഷണം കൂടി കാത്തുവെച്ചിരുന്നു. യാസ്മീൻ ഗർഭിണിയാണെന്ന വാർത്ത അഖണ്ഡപൂരിലെ ഓരോ വീട്ടിലും കാട്ടുതീ പോലെ പടർന്നു. ഒരു പതിറ്റാണ്ട് കാലം വന്തി എന്ന് മുദ്ര കുത്തി പരിഹസിച്ചവർക്ക് ഈ വാർത്ത വിശ്വസിക്കാനായില്ല. ചിലർ അത് ദൈവത്തിന്റെ വലിയ കാരുണ്യമായി കണ്ടപ്പോൾ മറ്റു ചിലരുടെ ഉള്ളിൽ അസൂയയുടെ കനലുകൾ എരിഞ്ഞു. ഇത്രയും കാലം കഴിഞ്ഞ് എങ്ങനെ ഇത് സംഭവിക്കും? ഇതിലെന്തോ മായമുണ്ട് എന്ന് ചില കുശുമ്പുകാർ അടക്കം പറഞ്ഞു. എന്നാൽ ഹാമിദും യാസ്മിനും ആ തർക്കങ്ങളിലൊന്നും ശ്രദ്ധിച്ചില്ല. അവരുടെ ലോകം ആ കുഞ്ഞു ജീവനെ ചുറ്റിപ്പറ്റിയായിരുന്നു. യാസ്മിന്റെ വയറ് വലുതാകുന്തോറും ഗ്രാമത്തിലെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി വന്നു. ചെറിയൊരു ഭൂമി തർക്കത്തെ ചൊല്ലി ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വീണ്ടും സംഘർഷം പുകഞ്ഞു. തെരുവുകളിൽ ആയുധങ്ങളുമായി ചെറുപ്പക്കാർ കാവൽ നിന്നു. ഒരു ചെറിയ തീപ്പൊരി വീണാൽ കത്തി അമരാൻ കാത്തിരിക്കുന്ന മരുന്നുകുറ്റി പോലെയായിരുന്നു അഖണ്ഡപൂർ. ഈ സംഘർഷങ്ങൾക്കിടയിലാണ് യാസ്മിന്റെ പ്രസവ തീയതി അടുത്തത്. ഒരു വെള്ളിയാഴ്ച അർദ്ധരാത്രി ആകാശം കറുത്തിരുണ്ട് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് യാസ്മീന് അതിശക്തമായ പ്രസവ വേദന അനുഭവപ്പെട്ടത്. ഹാമിദ് ആകെ പരിഭ്രമിച്ചു. പുറത്തിറങ്ങിയാൽ അക്രമികളുടെ വാളുകൾക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയതമയുടെ വേദന കണ്ടു നിൽക്കാൻ അവനായില്ല. അവൻ തന്റെ പഴയ സൈക്കിൾ റിക്ഷയിൽ അവളെ കിടത്തി. ഗ്രാമത്തിലെ ചെറിയ ക്ലിനിക്കുകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒടുവിൽ വേറെ വഴിയില്ലാതെ ഗ്രാമത്തിലെ അങ്ങേ അറ്റത്തുള്ള സത്യനാരായണ മിഷൻ ആശുപത്രിയിലേക്ക് അവർ റിക്ഷ തിരിച്ചു. ഈ ആശുപത്രി പ്രധാനമായും ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ പ്രശസ്തമായിരുന്നു. അർദ്ധരാത്രിയിൽ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ഹാമിദ് അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരും നഴ്സുമാരും സംശയത്തോടെയാണ് നോക്കിയത്. ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ആരോ ചോദിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന സീനിയർ ഡോക്ടർ പ്രകാശ് ശർമ്മ ഓടി വന്നു. യാസ്മിന്റെ അവസ്ഥ ഗുരുതരമാണെന്ന് കണ്ട അദ്ദേഹം എല്ലാ വിവേചനങ്ങളും മാറ്റിവെച്ച് അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് ഹാമിദ് തളർന്നിരുന്നു. തന്റെ മതം മറ്റൊന്നായതുകൊണ്ട് ഡോക്ടർമാർ അവളോട് മോശമായി പെരുമാറുമോ എന്നൊരു ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. പെട്ടെന്നൊരു നഴ്സ് പുറത്തേക്ക് വന്നു പറഞ്ഞു, കുഞ്ഞ് തല തിരിഞ്ഞാണ് കിടക്കുന്നത്. അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഹാമിദിന്റെ ലോകം ഇടിഞ്ഞു വീണു. അവൻ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. റബ്ബേ, ഈ 10 വർഷത്തെ കാത്തിരിപ്പിനെ ഇങ്ങനെ അവസാനിപ്പിക്കരുതേ, അവൻ പ്രാർത്ഥിച്ചു. അതേസമയം പുറത്തൊരു സംഘം അക്രമാസക്തരായ യുവാക്കൾ ആശുപത്രി വളപ്പിലേക്ക് ഇരച്ചു കയറി. ഒരു മുസ്ലിം പെണ്ണിനെ എന്തിനാണ് ഇവിടെ ചികിത്സിക്കുന്നത് എന്ന് അവർ ആക്രോശിച്ചു. ഡോക്ടർമാർ ഭയന്നു. ആകെ അലർച്ചയും ബഹളവും. ആശുപത്രിയിലെ വൈദ്യുതി നിലച്ചു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധം അന്തരീക്ഷം വഷളായി. അന്ധകാരത്തിൽ മുങ്ങിയ ആ നിമിഷം ഡോക്ടർ ശർമ്മ ടോർച്ച് വെളിച്ചത്തിൽ ശസ്ത്രക്രിയ തുടർന്നു. കൃത്യം 2:20 ആയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. സാധാരണ ജനിച്ചു വീഴുന്ന കുട്ടികൾ ശ്വാസം കിട്ടാതെ കരയുകയാണ് പതിവ്. എന്നാൽ ആ കുഞ്ഞ് കരഞ്ഞില്ല. പകരം ആ മുറിയിലെ സകല മരുന്നിന്റെ മണത്തെയും ഭീതിയെയും ഇല്ലാതാക്കിക്കൊണ്ട് ഗംഭീരമായ ഒരു ശബ്ദം ഉയർന്നു. അത് ബാങ്കി വിളിയായിരുന്നു. തികച്ചും സ്പഷ്ടമായ അറബി ഉച്ചാരണത്തിൽ ആ പിഞ്ചു കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആശുപത്രി വരാന്തയിൽ ഹാമിദിനെ ആക്രമിക്കാൻ നിന്നവരുടെ കയ്യിലെ വടികളും വാളുകളും താഴെ വീണുപോയി. അവിശ്വസനീയമായൊരു നിശബ്ദത അവിടെ പടർന്നു. ഡോക്ടർ ശർമ്മയുടെ കയ്യിലെ ശസ്ത്രക്രിയ ഉപകരണം വിറച്ചുപോയി. ടോർച്ച് വെളിച്ചത്തിൽ അദ്ദേഹം ആ കുഞ്ഞിനെ നോക്കി. ജനിച്ചയുടനെ ഒരു കുഞ്ഞ് ഇത്ര ഉച്ചത്തിലും സ്പഷ്ടമായും ബാങ്കി വിളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് ചിന്തിക്കാൻ പോലുമാകില്ല. ആ ശബ്ദം കേട്ടപ്പോൾ പുറത്ത് വിദ്വേഷവുമായി നിന്നവർ പോലും വിറച്ചുപോയി. അതൊരു സാധാരണ ശിശുവല്ലെന്നും സ്വർഗത്തിൽ നിന്നുള്ള എന്തോ വലിയ സന്ദേശവുമായാണ് അവൻ വന്നിരിക്കുന്നതെന്നും അവിടെയുള്ള ഓരോ മനുഷ്യനും തിരിച്ചറിഞ്ഞു. നഴ്സുമാർ വികാരധീരനായി. ചിലർ ആ കുഞ്ഞിനെ തൊട്ടുതൊഴാൻ ആഗ്രഹിച്ചു. മുസ്ലിം വിരോധം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന നഴ്സ് പോലും കണ്ണീരോടെ ആ കുഞ്ഞിനെ കോരിയെടുത്തു. കുഞ്ഞിനെ ഹാമിദിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഡോക്ടർ ശർമ്മ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഹാമിദ്, ഞാൻ 30 വർഷമായി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നു. പലരും കരയുന്നതും ചിലർ ശ്വാസമില്ലാതെ കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുഞ്ഞ് തന്റെ ആദ്യ ശ്വാസത്തിൽ പ്രപഞ്ചനാഥന്റെ നാമം വിളിക്കുന്നത് ഞാൻ ഇതാദ്യമായാണ് കാണുന്നത്. നിന്റെ മതം ഏതായാലും ശരി, നിന്റെ ഈ കുഞ്ഞ് ഈ ഗ്രാമത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ വന്നവനാണ്. ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അവൻ ഹാമിദിനെ നോക്കി പുഞ്ചിരിച്ചതുപോലെ തോന്നി.
ആ അർദ്ധരാത്രി പെയ്ത മഴ പെട്ടെന്ന് നിന്നു. ആകാശത്തെ മേഘങ്ങൾ മാറി പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു. ആശുപത്രിക്ക് പുറത്തു നിന്നിരുന്ന അക്രമികൾ പതുക്കെ അവിടെ നിന്നും പിരിഞ്ഞുപോയി. അവരിലും വിദ്വേഷത്തെക്കാൾ വലിയൊരു വിസ്മയം നിറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ ഈ വാർത്ത അഖണ്ഡപൂർ മുഴുവൻ അറിഞ്ഞു. അവിശ്വസനീയതയോടെ ആളുകൾ ആശുപത്രിയിലേക്ക് ഒഴുകി. ഒരു പിഞ്ചു കുഞ്ഞ് ബാങ്ക് വിളിച്ചുവെന്ന വാർത്ത ചിലർ അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന 30ഓളം ആശുപത്രി ജീവനക്കാർ ഇതിന് സാക്ഷികളായിരുന്നു. ഗ്രാമത്തിലെ പൂജാരിയും മൗലവിയും ഒരേപോലെ ആ കുഞ്ഞിനെ കാണാനെത്തി. വർഷങ്ങളായി പരസ്പരം മിണ്ടാതിരുന്നവർ ആ കുട്ടിയുടെ തൊട്ടിലിനരികിൽ നിശബ്ദരായി നിന്നു. ഹൃദയത്തിൽ പക കൊണ്ടു നടന്നവർ പോലും ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് തങ്ങളുടെ തെറ്റുകൾ ഓർത്തു. അതൊരു തുടക്കമായിരുന്നു. അഖണ്ഡപൂർ എന്ന വിഭജിക്കപ്പെട്ട ഗ്രാമം ഹസൻ എന്ന ആ കൊച്ചു ബാലനയുടെ സ്നേഹത്തിന്റെ പുതിയൊരു ചരിത്രം രചിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടുനിന്ന ഒരാൾ മാത്രം ഇതൊരു ചതിയാണെന്ന് വിശ്വസിച്ച് ഗൂഢാലോചനകൾ മെനയുന്നുണ്ടായിരുന്നു. ഹസന്റെ ജനനം അഖണ്ഡപൂരിലെ വിദ്വേഷത്തിന്റെ ആകാശത്തൊരു മിന്നൽ പിണർ പോലെയായിരുന്നു. 10 വർഷത്തെ ശൂന്യതയ്ക്കു ശേഷം ഹാമിദിന്റെയും യാസ്മിന്റെയും കുടിലിൽ സന്തോഷത്തിന്റെ കിരണങ്ങൾ വരുന്നെത്തി. ആ കുഞ്ഞ് ജനിച്ചയുടനെ ബാങ്കി വിളിച്ചു വന്ന വാർത്ത കാട്ടുതീ പോലെ ഗ്രാമം കടന്ന് ദൂരദേശങ്ങളിലേക്കും പടർന്നു. യുക്തിവാദികൾ ഇതിനെ തള്ളിക്കളഞ്ഞെങ്കിലും ആശുപത്രിയിലെ ഡോക്ടർമാർ നഴ്സുമാരും കണ്ട വിസ്മയത്തിന് മുന്നിൽ ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു. ആ പേരിന്റെ അർത്ഥം പോലെ തന്നെ അവൻ അതിസുന്ദരനും തേജസ്സുറ്റവനുമായിരുന്നു. ഹസനെ കാണാൻ ഹാമിദിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരത്തിൽ ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായി മുസ്ലിം വീടുകളുടെ ഉമ്മറപ്പടി ചവിട്ടാത്തവർ പോലും ഹസനെ ഒന്ന് തൊടാൻ വരി നിന്നു. ഹസന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും തങ്ങളുടെ മുൻകോപവും പകയും മറന്നുപോയി. അതൊരു മാന്ത്രികമായ മാറ്റമായിരുന്നു. ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രമാണിയും മുസ്ലിം വിരോധിയുമായിരുന്നു പ്രകാശ് ശർമ്മ. എന്നാൽ തന്റെ ആശുപത്രിയിൽ നടന്ന ആ അത്ഭുതം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു. ഹസന്റെ ജനന സമയത്തുണ്ടായ ആ ബാങ്ക് വിളി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ കടുപ്പമേറിയ വിദ്വേഷത്തിന്റെ മതിലുകളെ തകർത്തു കളഞ്ഞു. ഒരു ദിവസം അദ്ദേഹം വലിയൊരു സഞ്ചി നിറയെ മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളുമായി ഹാമിദിന്റെ കുടിലെത്തി. ഹാമിദ് അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരിക്കൽ തന്റെ ഭാര്യയെ ചികിത്സിക്കാൻ മടിച്ച ആശുപത്രിയുടെ ഉടമ ഇതാ തന്റെ ദരിദ്രമായ വീടിന്റെ മണ്ണിൽ നിൽക്കുന്നു. പ്രകാശ് ശർമ്മ ഹസനെ കയ്യിലെടുത്തു. ആ കുഞ്ഞ് അദ്ദേഹത്തെ നോക്കി തന്റെ ചെറിയ കൈകൾ നീട്ടിച്ചിരിച്ചപ്പോൾ ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി. ഹാമിദ്, ഈ കുഞ്ഞ് നിങ്ങളുടേത് മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. ഇവൻ ജനിച്ചത് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇവൻ പകർന്നു നൽകുന്നത് ലോകത്തിന് ആവശ്യമുള്ള സ്നേഹമാണ്, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹസന്റെ ചികിത്സാ ചെലവുകൾ മാത്രമല്ല, ഹാമിദിന്റെ വീട് പുതുക്കി പണിയാനുള്ള പണവും അദ്ദേഹം അവിടെ വെച്ച് നൽകി. ഗ്രാമം മുഴുവൻ ഹസനെ സ്നേഹിക്കുമ്പോൾ ചിലർ അതിനെ ഭയത്തോടെയാണ് കണ്ടത്. വിദ്വേഷം വളർത്തി അധികാരം നിലനിർത്താൻ ശ്രമിച്ച ചില രാഷ്ട്രീയക്കാർക്കും അക്രമികൾക്കും ഹസന്റെ പ്രശസ്തി ഒരു തടസ്സമായി തോന്നി. ജനങ്ങൾ ഒന്നുചേരുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അവർ കരുതി. ഇക്കൂട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നത് അരവിന്ദ് എന്ന യുവാവായിരുന്നു. ഹസന്റെ ജനന സമയത്ത് വിറച്ചു പോയെങ്കിലും പിന്നീട് അയാൾ ഇതൊരു വലിയ മാജിക് അല്ലെങ്കിൽ ചതിയാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അരവിന്ദ് ഗ്രാമത്തിലെ മറ്റ് ചിലരെ കൂട്ടി ഹസനെതിരെ ഗൂഢാലോചന മെനഞ്ഞു. ആശുപത്രിയിൽ ആ കുഞ്ഞു ബാങ്ക് വിളിച്ചതൊരു റെക്കോർഡിംഗ് സൗണ്ട് ആയിരുന്നു. ഹാമിദ് ആ ഡോക്ടറും ചേർന്ന് നമ്മളെ പറ്റിക്കുകയാണ്, അയാൾ നുണകൾ പ്രചരിപ്പിച്ചു. ചിലരെങ്കിലും അത് വിശ്വസിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ വീണ്ടും ഒരു ചെറിയ അസ്വസ്ഥത പുകയാൻ തുടങ്ങി. ഹസൻ ഒരു വയസ്സ് പൂർത്തിയായ സമയം ഗ്രാമത്തിലെ വലിയ രാമലീല ഉത്സവം നടക്കുകയാണ്. വർഷങ്ങളായി ഉത്സവത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാറില്ലായിരുന്നു. എന്നാൽ ഇത്തവണ ഹാമിദ് തന്റെ മകനുമായി ഉത്സവ പറമ്പിലെത്തി. ഇത് കണ്ട അരവിന്ദും കൂട്ടാളികളും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു മുസ്ലിം കുട്ടിയെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്നവർ ആക്രോശിച്ചു. അന്തരീക്ഷം വീണ്ടും കലുഷിതമായി. ആൾക്കൂട്ടം രണ്ടായി തിരിഞ്ഞു. വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഈ ബഹളത്തിനിടയിൽ ഹാമിദിന്റെ കയ്യിലിരുന്ന ഹസൻ ഉറക്കെ ഒന്ന് വിളിച്ചു. അത് കരച്ചിലായിരുന്നില്ല, പകരം ഹൃദയത്തിന്റെ ആയങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ഉത്സവപ്പറമ്പിലെ മിക്കവാറും എല്ലാ സംഗീതവും ആളുകളുടെ അലർച്ചയും നിലച്ചുപോയി. ഹസൻ ഹാമിദിന്റെ കയ്യിൽ നിന്ന് നിലത്തേക്കിറങ്ങി നടക്കാൻ ശ്രമിച്ചു. അവൻ നേരെ പോയത് അരവിന്ദന്റെ അടുത്തേക്കായിരുന്നു. അരവിന്ദന്റെ കാലുകളിൽ ആ കൊച്ചു കുഞ്ഞ് കെട്ടിപ്പിടിച്ചു. കൂർത്ത വാളും ദേഷ്യവുമായി നിന്നിരുന്ന അരവിന്ദ് സ്തബ്ധനായി. ആ കുഞ്ഞിന്റെ സ്പർശനം അയാളുടെ ഉള്ളിലെ ക്രോധത്തെ അലിയിച്ചു കളഞ്ഞു. ഹസൻ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് സഹോദരൻ എന്ന് മെല്ലെ മൊഴിഞ്ഞു.
ഇതുവരെ സംസാരിക്കാത്ത കുഞ്ഞ് ആദ്യമായി പറഞ്ഞ വാക്ക് സഹോദരൻ എന്നതായിരുന്നു. ആ നിമിഷം ഗ്രാമവാസികളുടെ കണ്ണുകൾ നിറഞ്ഞു. അരവിന്ദ് തന്റെ ആയുധം താഴെയിട്ട് ഹസനെ വാരിപ്പുണർന്നു. ആ സംഭവം അഖണ്ഡപൂരിനെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഹസന്റെ സാന്നിധ്യം അവിടെ സമാധാനത്തിന്റെ പുതിയൊരു യുഗം തുറന്നു. മതത്തിന്റെ പേരിൽ കലഹിച്ചിരുന്നവർ ഹസന്റെ കൂടെ കളിക്കാനും അവനെ കാണാനും മത്സരിച്ചു. ഹാമിദിന്റെയും യാസ്മിന്റെയും വീട് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി. അവിടെ ആർക്കും പ്രവേശനമുണ്ടായിരുന്നു. ഹസൻ വളരുന്നതിനൊപ്പം ഗ്രാമത്തിലെ വിദ്യാലയങ്ങളും ആശുപത്രികളും വികസിച്ചു. പ്രകാശ് ശർമ്മയുടെയും ഹാമിദിന്റെയും കൂട്ടായ പരിശ്രമത്താൽ ഗ്രാമത്തിൽ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിച്ചു. ഹസൻ എന്ന കുഞ്ഞ് തന്റെ അമാനുഷികമായ ശബ്ദത്തിലൂടെ മാത്രമല്ല, നിഷ്കളങ്കമായ പ്രവൃത്തികളിലൂടെ മനുഷ്യരെ ഒന്നിപ്പിച്ചു. അഖണ്ഡപൂരിലെ തെരുവുകളിൽ ഇപ്പോൾ വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളില്ല. പകരം ഹസന്റെ കിലുക്കാം വെട്ടിച്ചിരിയും അവന്റെ കൊച്ചു വർത്തമാനങ്ങളും മാത്രമായിരുന്നു. ഹസൻ ഇപ്പോൾ 3 വയസ്സെത്തുകയുന്നു. ആ ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും വാതിലുകൾ അവനായി തുറന്നു കിടന്നു. രാമുപ്പട്ടരുടെ വീട്ടിലെ പായസവും അബ്ദുള്ളാക്കയുടെ വീട്ടിലെ ബിരിയാണിയും ഒരുപോലെ ആസ്വദിക്കുന്ന ഹസൻ ഗ്രാമത്തിലെ ഐക്യത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായി മാറി. ജാതിയും മതവും നോക്കാതെ എല്ലാവരും അവനെ അഖണ്ഡപൂരിലെ മുത്ത് എന്ന് വിളിച്ചു. ഹാമിദിന്റെയും യാസ്മിന്റെയും ദാരിദ്ര്യം പതുക്കെ നീങ്ങി തുടങ്ങിയിരുന്നു. ഗ്രാമവാസികൾ ആ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെയാണ് കരുതിയിരുന്നത്. എന്നാൽ വിധി എപ്പോഴും വരുന്നത് ശാന്തമായ കടലിന് പിന്നാലെ വരുന്ന സുനാമി പോലെയാണ്. ഒരു വൈകുന്നേരം പള്ളിയിലെ ബാങ്ക് വിളി കേട്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഹസന് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവന്റെ ശരീരം കനൽ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെ വൈദ്യന്മാർ വന്ന് നോക്കിയെങ്കിലും ഹസന്റെ പനി കുറഞ്ഞില്ല. ഓരോ മണിക്കൂർ കഴിയും തോറും അവന്റെ ശ്വാസം വേഗത്തിലായി. പനി കൂടുന്നതിനനുസരിച്ച് അവന്റെ ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി. ബോധക്ഷയത്തിനിടയിലും അവൻ മെല്ലെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു, അല്ലാഹു അല്ലാഹു. വാർത്ത അറിഞ്ഞ് ഗ്രാമം മുഴുവൻ ഹാമിദിന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. പ്രകാശ് ശർമ്മ തന്റെ കാറുമായി ഓടിയെത്തി. ഹസനെ ഉടൻ തന്നെ നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതൊരു സാധാരണ പനിയല്ലെന്ന് മനസ്സിലായി. അപൂർവമായി ഏതോ ഒരു വൈറസ് ബാധ അവന്റെ ശ്വാസകോശത്തെയും നാഡീവ്യൂഹത്തെയും ബാധിച്ചിരിക്കുന്നു. അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണ്. ഡോക്ടർമാരുടെ ഈ വാക്കുകൾ അഖണ്ഡപൂരിനെ നടുക്കിക്കളഞ്ഞു. ഇവിടെയാണ് അഖണ്ഡപൂർ ലോകത്തിന് വലിയൊരു പാഠം നൽകിയത്. ഹസന്റെ ജീവനായി ഗ്രാമം രണ്ടായി തിരിഞ്ഞില്ല, മറിച്ച് ഒന്നായി മാറി. ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ പൂജാരി പ്രത്യേക മൃദുജ്ഞയ ഹോമം നടത്തി. അതിൽ മുസ്ലിം സഹോദരങ്ങൾ ഭക്തിയോടെ പങ്കെടുത്തു. അതേസമയം പള്ളിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ഹിന്ദു സഹോദരങ്ങൾ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. ഒരിക്കൽ ഹസനെ എതിർത്തിരുന്ന അരവിന്ദ് എന്ന യുവാവായിരുന്നു ആശുപത്രിയിൽ രക്തം നൽകാൻ ആദ്യം മുന്നോട്ട് വന്നത്. എന്റെ ചോര നൽകിയെങ്കിലും ആ കുഞ്ഞ് തിരിച്ചു വരണമെന്ന് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മതത്തിന്റെ വേലിക്കെട്ടുകൾ അഖണ്ഡപൂരിൽ പൂർണ്ണമായും തകർന്നു വീണ നിമിഷങ്ങളായിരുന്നു അത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം ഒരു കുഞ്ഞിലൂടെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു. ICUവിലെ കിടക്കയിൽ ഹസൻ മരണത്തോട് മല്ലിടുകയായിരുന്നു. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അവന്റെ ശ്വാസം ഇടറുന്നുണ്ടായിരുന്നു. ഹാമിദും യാസ്മിനും പുറത്തെ വരാന്തയിൽ തളർന്നിരുന്നു. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ആശുപത്രിയിലെ മെഷീനുകൾ ഹസന്റെ ഹൃദയമിടിപ്പ് കുറയുന്നതായി സൂചിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അവൻ അവിടെയുണ്ടായിരുന്ന നഴ്സിന്റെ കൈ പിടിച്ചു. അവന്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവൻ മെല്ലെ ആ മുറിയിൽ മുഴങ്ങത്തക്ക വിധം ഒരു വരി പാടി. അത് അവന്റെ ജനന സമയത്ത് കേട്ട ആ ബാങ്കുവിളിയുടെ അതേ താളത്തിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം അവന്റെ ശരീരത്തിലെ താപനില കുറയാൻ തുടങ്ങി. മെഡിക്കൽ സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്ത വിധം അവന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഡോക്ടർമാർ അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. ഹസന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഹസൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന വാർത്ത അഖണ്ഡപൂരിലെത്തിയത് വലിയൊരു ആഘോഷമായിട്ടായിരുന്നു. ഗ്രാമത്തിലെ അമ്പലത്തിലെ മണികളും പള്ളിയിലെ ബാങ്ക് വിളിയും ഒരേ സമയം മുഴങ്ങി. ഹസനെ ഡിസ്ചാർജ് ചെയ്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന ദിവസം വഴിയോരങ്ങളിൽ തോരണങ്ങൾ തൂക്കി. പക്ഷേ ഇതിനിടയിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. ഹസന്റെ രോഗം മാറാൻ ഗ്രാമത്തിലെ ഒരു പഴയ ശത്രുതയുടെ കഥ കൂടി അവസാനിക്കേണ്ടിയിരുന്നു. ഹസൻ ആശുപത്രിയിലായിരുന്നപ്പോൾ ഗ്രാമത്തിൽ ഒരു തർക്കഭൂമി വിട്ടുകൊടുക്കാൻ 2 വിഭാഗങ്ങളും തയ്യാറായി. ഹസൻ ഞങ്ങളെ പഠിപ്പിച്ചത് സ്നേഹമാണ്, ഞങ്ങൾക്ക് ഈ ഭൂമിയല്ല പ്രധാനം എന്നവർ പ്രഖ്യാപിച്ചു. ആ വിട്ടുവീഴ്ചയാണ് ഹസന്റെ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയായി മാറിയത്. ഹസൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നാൽ അവന്റെ ഈ അത്ഭുതകരമായ തിരിച്ചുവരവ് ഗ്രാമത്തിൽ മറ്റൊരു വലിയ മാറ്റത്തിന് കാരണമായി.
ആശുപത്രിയിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഹസന് പഴയതിനേക്കാൾ തേജസ്സുറ്റവനായിരുന്നു. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ശാന്തത കുടികൊണ്ടിരുന്നു. പ്രായത്തിന് നിരക്കാത്ത ഗൗരവത്തോടെ അവൻ ഗ്രാമത്തിലെ ഓരോരുത്തരെയും നോക്കി പുഞ്ചിരിച്ചു. അഖണ്ഡപൂർ ഇപ്പോൾ പഴയ ഗ്രാമമല്ല. ഹസന്റെ രോഗസമയത്ത് അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ച നിമിഷങ്ങൾ അവരുടെ ഹൃദയങ്ങളിലെ കറകളെല്ലാം കഴുകിക്കളഞ്ഞിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം മിണ്ടാതിരുന്നവർ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരേ ആൽത്തറയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഹസൻ അവരെ ഒരു കുടുംബമാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഒരു വെള്ളിയാഴ്ച പുലർച്ചെ ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് ആ വാർത്ത പുറത്തു വന്നു. ഹസൻ ഉറക്കത്തിൽ നിന്ന് ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. യാസ്മിന്റെ മടിയിൽ തലവെച്ച് കിടന്ന ആ കുഞ്ഞ് ഉറക്കത്തെ ഒരു നേർത്ത പുഞ്ചിരിയോടെ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങി. മരിക്കുമ്പോഴും അവന്റെ ചുണ്ടുകൾ മെല്ലെ ചലിക്കുന്നുണ്ടായിരുന്നു. അവസാന ശ്വാസത്തിൽ അവൻ ഉരുവിട്ടത് പരിശുദ്ധമായ കലിമയായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസന്റെ മരണം അഖണ്ഡപൂരിലെ വീടുകളിൽ സ്വന്തം മകൻ മരിച്ചതിന് തുല്യമായ ആഘാതമാണ് ഉണ്ടാക്കിയത്. പള്ളികളിലെ ഭാഗ്യവിളിക്ക് പകരം ആ ഗ്രാമം കേട്ടത് തേങ്ങലുകളായിരുന്നു. ക്ഷേത്രത്തിലെ പൂജാരി കർമ്മങ്ങൾ നിർത്തിവെച്ച് ഹാമിദിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. ഒരിക്കൽ ഹസനെ അപമാനിക്കാൻ നോക്കിയവർ പോലും അവന്റെ നിശ്ചലമായ ശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഹാമിദും യാസ്മീനും കല്ലുപോലെ മരവിച്ചിരുന്നു. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം നൽകിയ ആ നിധി ഇത്ര പെട്ടെന്ന് തിരികെ വാങ്ങുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഹസന്റെ കബറടക്കം എവിടെ നടത്തണം എന്നതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടായി. പക്ഷെ അത് പഴയതുപോലെ വിദ്വേഷത്തിന്റെ തർക്കമല്ലായിരുന്നു, മറിച്ച് സ്നേഹത്തിന്റെ തർക്കമായിരുന്നു. ഹിന്ദു സഹോദരങ്ങൾ പറഞ്ഞു, ഹസൻ ഞങ്ങളുടെയും മകനാണ്, അവനെ ഞങ്ങളുടെ ക്ഷേത്ര മൈതാനത്ത് അടക്കം ചെയ്യണം. മുസ്ലിം സഹോദരങ്ങൾ പള്ളിവളപ്പിൽ സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ഒടുവിൽ ഗ്രാമത്തിലെ മുതിർന്നവർ ഒരു തീരുമാനമെടുത്തു. ഹസനെ അടക്കം ചെയ്യേണ്ടത് ഗ്രാമത്തിന്റെ മധ്യഭാഗത്തുള്ള പൊതുവായ സ്ഥലത്താണ്. അവിടെയാണ് വിദ്വേഷത്തിന്റെ മതിലുകൾ ആദ്യമായി തകർന്നു വീണത്. അഖണ്ഡപൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസാഗരത്തിനെ വഹിച്ചുകൊണ്ടാണ് നീങ്ങിയത്. ആയിരക്കണക്കിന് ആളുകൾ ജാതിയും മതവും മറന്ന് ആ ചെറിയ മഞ്ചം തോളിലേറ്റാൻ മത്സരിച്ചു. കുങ്കുമക്കുറി അണിഞ്ഞവരും തൊപ്പിയിട്ടവരും തോളോട് തോൾ ചേർന്ന് നടന്നു. അന്ന് ആ ഗ്രാമത്തിൽ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഉണ്ടായിരുന്നില്ല. ഹസനെ സ്നേഹിക്കുന്ന മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ കബറിന് മുകളിൽ മണ്ണ് വീഴുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പ്രകൃതി പോലും ആ വിശുദ്ധാത്മാവിനായി കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. കബറടക്കത്തിനു ശേഷം അവിടെയുണ്ടായിരുന്ന പ്രകാശ് ശർമ്മ പ്രഖ്യാപിച്ചു, ഹസൻ മരിച്ചിട്ടില്ല, അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ മനുഷ്യത്വമായി ജീവിക്കും. അവനുള്ള സ്മാരകം, അവന്റെ പേരിൽ ഒരു മസ്ജിദും അതിനോട് ചേർന്നൊരു വിദ്യാലയവും ആയിരിക്കും. മാസങ്ങൾക്കുള്ളിൽ ഹസന്റെ കബറിനരികിലായി ഒരു മനോഹരമായ മസ്ജിദ് ഉയർന്നു. മസ്ജിദ് ഹസൻ എന്ന അതിന് പേരിട്ടു. എന്നാൽ ആ പള്ളിയുടെ നിർമ്മാണത്തിന് പണം നൽകിയത് പ്രധാനമായും ഗ്രാമത്തിലെ ഹിന്ദു സഹോദരങ്ങളായിരുന്നു. പള്ളി പണിയാൻ കല്ലും മണ്ണും ചുമന്നത് അരവിന്ദും കൂട്ടുകാരും ചേർന്നായിരുന്നു. പള്ളിയുടെ ചുവരുകളിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വരികൾ കൊത്തിവെച്ചു. ഇന്ന് അഖണ്ഡപൂർ ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ്. അവിടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ക്ഷേത്രത്തിൽ മണി മുഴങ്ങും. ഹസന്റെ ഓർമ്മ ദിനത്തിൽ ഗ്രാമവാസികൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഹാമിദും യാസ്മിനും ഇപ്പോൾ തനിച്ചല്ല. ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അവരുടെ മക്കളാണ്. ഹസൻ തന്റെ ചെറിയ ജീവിതം കൊണ്ട് ആ ഗ്രാമത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് അവിടെ മനുഷ്യർക്കിടയിൽ മതമില്ല. ഹസൻ പകർന്നു നൽകിയ സാഹോദര്യം മാത്രം. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മസ്ജിദ് ഹസനിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു അപരിചിതൻ അവിടെയുള്ള കൊച്ചുകുട്ടികളോട് ചോദിച്ചു, ആരാണ് ഈ ഹസൻ? എന്തുകൊണ്ടാണ് ഒരു കുട്ടിയുടെ പേരിൽ പള്ളി പണിതത്? ഒരു കൊച്ചു ബാലൻ അവനെ നോക്കി മറുപടി പറഞ്ഞു, ഹസൻ ഒരു കുട്ടിയല്ല, അവൻ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ജീവനാണ്. ജനിച്ചയുടനെ അവൻ ബാങ്ക് വിളിച്ചത് പള്ളിയിൽ വരാൻ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യരുടെ മനസ്സിലെ വിദ്വേഷത്തിന്റെ ഇരുട്ട് നീക്കാൻ വേണ്ടിയാണ്. ആ അപരിചിതൻ അത്ഭുതപ്പെട്ടു. ആ ഗ്രാമത്തിലെ കാറ്റിൽ പോലും ഇപ്പോൾ ഹസന്റെ ആ പഴയ അദാൻ പ്രതിധ്വനിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഒരു കുഞ്ഞ് തന്റെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിപ്പിച്ചത് നൂറ്റാണ്ടുകൾ കൊണ്ട് പണ്ഡിതന്മാർക്ക് പഠിപ്പിക്കാൻ കഴിയാത്ത പാഠമായിരുന്നു. സ്നേഹത്തിന് പണമില്ല. അഖണ്ഡപൂർ ഇന്നും പ്രകാശിക്കുന്നു. ഹസൻ എന്ന ആ കൊച്ചു നക്ഷത്രം ആകാശത്തു നിന്ന് തന്റെ ഗ്രാമത്തെ നോക്കി ഇന്നും പുഞ്ചിരിക്കുന്നുണ്ടാകും. കാരണം അവൻ വിതച്ച സ്നേഹത്തിന്റെ വിത്തുകൾ ഇന്ന് വലിയ മരങ്ങളായി വളർന്ന് ഒരു ഗ്രാമത്തിന് മുഴുവൻ തണലേകുന്നു.